നവനീത കൃഷ്ണൻ MK 23-ാം വാർഡിലെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റിയ നക്ഷത്രമാണ്. ഞങ്ങൾ റോഡ്, കുടിവെള്ളം അതുപോലത്തെ എല്ലാം എത്തിച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ നമുക്ക് റോഡുകൾ ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. അത് ആസ്തി വികസന ഫണ്ടിൽ വെച്ചിട്ടുണ്ട്. അതായത് നേരത്തറ ഇപ്പുറത്തുള്ള റോഡ്, വള്ളേക്കുളം റോഡ് പൂർത്തീകരിക്കാനുണ്ട്. അതുപോലെ കപ്പടത്തുകാലത്ത് കുറച്ച് ഭാഗങ്ങളിൽ പൂർത്തീകരിക്കാനുണ്ട്. മന്നത്തുപറമ്പിൽ റോഡ് പൂർത്തീകരിക്കാനുണ്ട്. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ കളിച്ചു വളർന്ന ഒരു പാർക്കുണ്ട്. അതിപ്പോൾ ഇത്തിരി ശോചനീയ അവസ്ഥയിലാണ്. അത് നാട്ടുകാരെ എല്ലാവരെയും കൂട്ടി അതൊരു നല്ലൊരു രീതിയിൽ നല്ലൊരു പാർക്ക് MLA ഫണ്ട് മുഖാന്തരം വെച്ച് അത് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുക. പിന്നെ കോമൻ നായർ റോഡ് പറഞ്ഞിട്ട് പരിക്കഞ്ചേരിക്കാവിലേക്ക് പോകുന്ന റോഡുണ്ട്. അത് ഇത്തിരി തകരാറായി നിൽക്കുകയാണ്. അത് നമ്മളിപ്പോൾ MLA ആയി സംസാരിച്ചിട്ട് MLA ഒരു 28 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് വയ്ക്കുക പറഞ്ഞിട്ട് ഇപ്പോൾ കൊടുമ്പിൽ റോഡ് ചെയ്ത പോലെ തന്നെ നമ്മുടെ കപ്പടത്തുകളം ആ വഴി വള്ളക്കുളം വരെ എത്തണ പോലെ ഒരു റോഡ് നമ്മൾ ചെയ്യാവുന്നൊരു പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട്. അത് MLA റെഡിയാക്കി തരാമെന്നും പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിക്കളം ഭാഗത്ത് അംഗനവാടിയും മറ്റേ ക്ലബിനുമുള്ള സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ KLU തന്നു കഴിഞ്ഞു. അതിൻ്റെ ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നുള്ള ലെറ്ററും വന്നു കഴിഞ്ഞു. ഈ ഇലക്ഷൻ കഴിഞ്ഞോടെ തന്നെ ഫസ്റ്റ് തന്നെ MLA ഫണ്ടിൽ വെച്ചിട്ട് അംഗനവാടിക്കുള്ള ഇതും ക്ലബിനുള്ള കെട്ടിടവും ചെയ്യാനാണ് തീരുമാനം. പിന്നെ കുറേ ഭാഗങ്ങളിലേക്ക് ഈ ജൽജീവൻ്റെ വെള്ളം പോയിട്ടില്ല. ആശാരിത്തറ മേഖല, പിന്നെ അങ്ങനത്തുള്ള മേഖലകളിൽ കപ്പടത്തുകളത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെയുള്ള കൊഴിഞ്ഞിരങ്കാട്, താഴെ കൊഴിഞ്ഞിരങ്കാട് ഭാഗങ്ങളിലേക്ക് ഈ കോൺക്രീറ്റ് ഇട്ട കാരണം കൊണ്ടുള്ള പ്രശ്നം കാരണം അത് വന്നതും നമ്മൾ ആദ്യം പഞ്ചായത്തിൽ നമ്മൾ ഭരണത്തിൽ കയറിയ ആദ്യം വെക്കുന്ന ഇത് കുടിവെള്ളമാണ്. അതേപോലെ ചേവൽക്കാടിലെ ഒരു ബോർവെല്ല് നമ്മൾ സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട്. ആദ്യം കയറിയതും ആദ്യം ചെയ്യേണ്ട ഇത് അവിടെ ബോർവെല്ലിട്ട് അവിടേക്കുള്ള കുടിവെള്ളം ജലജീവനിലൂടെയും അവിടെ ഒരു ബോറ് പഞ്ചായത്തിൻ്റെ തന്നെ ആയി വെച്ച് ചെയ്യാനാണ് ഇത്. അതുകൊണ്ട് എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന്, അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. ഈ നാടിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നും എപ്പോഴും.